മുഖ്യമന്ത്രി സ്ഥാനത്തിനായി കോൺഗ്രസിൽ അവസാനവട്ട ചർച്ചകൾ തുടരുന്നു. മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ 4 മണിക്ക് കേരള നേതാക്കളുമായി ചർച്ച നടക്കും. യോഗത്തിൽ രാഹുൽ ഗാന്ധിയും പങ്കെടുക്കുമെന്നാണ് വിവരം. നേതാക്കളുമായി കൂട്ടായും ഒറ്റക്കെട്ടായും ചർച്ച നടത്താനാണ് നീക്കം. അതേസമയം കേരളത്തിൽ പ്രതിഷേധം തുടരുകയാണ്. ഡാൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ഡാൻ, ആദ്യം രാഹുൽ ഗാന്ധി പങ്കെടുക്കില്ല എന്നതായിരുന്നു. ഇപ്പോൾ രാഹുൽ ചിലപ്പോൾ ഉണ്ടാകുമെന്നാണ് കണക്കാക്കുന്നത്. 4 മണിക്ക്, ഇനി ഏകദേശം 48 മിനിറ്റ് മാത്രമേ ഉള്ളൂ. ഖർഗെയുടെ വസതിയിലെ യോഗം. 3 നേതാക്കളും വിട്ടുകൊടുക്കുന്നില്ല. 3-ൽ എന്നറിയാൻ അല്പസമയം കൂടി കാത്തിരിക്കേണ്ടി വരും. 45 മിനിറ്റ് കൂടി കഴിയുമ്പോൾ കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷനായിട്ടുള്ള മല്ലികാർജ്ജുന ഖാർഗെയുടെ ഡൽഹിയിലെ ഔദ്യോഗിക വസതിയിലേക്ക് മുഖ്യമന്ത്രി പദവിക്കായി അവകാശവാദം ഉന്നയിച്ചിരിക്കുന്ന 3 നേതാക്കളും എത്തിച്ചേരും. ആദ്യം തന്നെ രമേശ് ചെന്നിത്തലയുമായും വി ഡി സതീശനുമായും കെ സി വേണുഗോപാലുമായും തനിച്ച് ചർച്ച നടത്തിയ ശേഷം മൂവരെയും ഒരുമിച്ചെത്തി ഒരു വട്ടം അവസാനവട്ട ചർച്ച നടത്തും. അതിനുശേഷം സോണിയാഗാന്ധി ആയിരിക്കും ഇവരിൽ ആര് എന്ന ചോദ്യത്തിന് കൃത്യമായ ഒരു ഉത്തരം തരിക. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അത് പരാമർശിച്ചുകൊണ്ടിരുന്നതാണ്. കാരണം ഇതൊരു തർക്കത്തിലേക്ക് പോകുമെന്ന കാര്യം ഉറപ്പായിരുന്നു. ആരും പിന്നോട്ട് പോകില്ല എന്ന കാര്യവും ഉറപ്പാണ്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ഇതിലൊരു അമിക്കബിൾ സെറ്റിൽമെൻറ്റിലേക്ക് എത്താനുള്ള നീക്കം അത് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം നടത്തുന്നുണ്ടെങ്കിലും അവരുടെ കയ്യിലും ഇത് നിൽക്കാത്ത ഒരു സാഹചര്യത്തിൽ എത്തിയതോടെയാണ് അവിടെ നിന്ന് പന്ത് നേരെ സോണിയാഗാന്ധിയുടെ കോർട്ടിലേക്ക് എത്തുന്നത്. അവിടെ സോണിയാഗാന്ധി ആർക്കൊപ്പം നിലകൊള്ളും, ആർക്ക് അനുകൂലമായ തീരുമാനമെടുക്കും, ബാക്കിയുള്ളവരെ എങ്ങനെ ആശ്വസിപ്പിക്കും, അനുനയിപ്പിക്കും, ഇതൊക്കെയാണ് ഇനി അറിയാനുള്ളത്. എന്തായാലും സംസ്ഥാനത്ത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവിധ നേതാക്കൾക്ക് വേണ്ടി തെരുവിൽ അണികൾ നടത്തിയ വലിയ പ്രതിഷേധ പ്രകടനങ്ങൾ, ഉയർത്തിയ ഫ്ലെക്സുകൾ, ബോർഡുകൾ, ഹോൾഡിങ്ങുകൾ, അതിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ഹൈക്കമാൻഡ് രംഗത്തെത്തുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. കാരണം തെരുവിലേക്ക് ഇത്ര വലിയൊരു വിജയത്തിൻ്റെ ശോഭ കെടുത്തുന്ന തരത്തിലേക്ക് ഈ പ്രതിഷേധങ്ങൾ മാറിയെന്ന വിലയിരുത്തലാണ് ഹൈക്കമാൻഡിനുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരം നടപടികൾക്ക് നേതൃത്വം നൽകിയ സംഘടനാ തലത്തിൽ ചുമതലകളുള്ള ഭാരവാഹികൾക്കെതിരെ നടപടി ഉണ്ടാകുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. അതുമായി ബന്ധപ്പെട്ട് DCCകളുടെ KPCC വിവരം തേടണമെന്ന നിർദ്ദേശം ഹൈക്കമാൻഡ് കൈമാറിയിട്ടുമുണ്ട്. അതിനിടയിലാണ് നിർണായകമായ യോഗം അല്പസമയത്തിനകം മല്ലികാർജ്ജുന ഖാർഗെയുടെ വസതിയിൽ ചേരാൻ പോകുന്നത്. എടുത്തു പറയേണ്ട കാര്യം, ഖാർഗെയുടെ വസതിക്ക് മുമ്പിലും വേണുഗോപാലിനെയും വി ഡി സതീശനെയും ചെന്നിത്തലയും അനുകൂലിച്ചുകൊണ്ടും പ്രതികൂലിച്ചുകൊണ്ടുമുള്ള ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നിട്ടുണ്ട്. കാരണം ഈ കേരളത്തിലെ രാഷ്ട്രീയ വാക്പോരും മുദ്രാവാക്യം വിളിയും ഡൽഹിയിലേക്ക് കൂടി പടരുന്ന ഒരു സാഹചര്യമാണ്. 10 വർഷത്തിന് ശേഷം പാർട്ടി അധികാരത്തിലേക്ക് എത്തിയ ഒരു സംസ്ഥാനത്താണ് മുഖ്യമന്ത്രി പദവിയെ ചൊല്ലി തെരുവിൽ തമ്മിൽ തല്ലുന്ന തരത്തിലേക്ക് ഈ തർക്കങ്ങൾ നീളുന്നത് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. അതുകൊണ്ട് തന്നെയാണ് വളരെ സുരക്ഷിതമായി KPCC നേതൃത്വം ഇനി എല്ലാ തീരുമാനവും ഹൈക്കമാൻഡിന് എന്ന് പറഞ്ഞ് കൈയൊഴിഞ്ഞത്. അവിടെ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫുമായും മുതിർന്ന നേതാക്കൾ, ദേശീയ നേതാക്കൾ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിനും വലിയ പ്രാധാന്യം ഈ ഘട്ടത്തിലുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അങ്ങനെയെങ്കിൽ ഈ പ്രശ്നപരിഹാരത്തിൻ്റെ ഭാഗമായി എന്ത് നിർദ്ദേശമാകും ഹൈക്കമാൻഡ് നേതൃത്വം മല്ലികാർജ്ജുന ഖാർഗെ മുമ്പോട്ട് വെക്കുക എന്നതാണ് ഇനി അറിയാനുള്ളത്. ഖാർഗെയുമായുള്ള കൂടിക്കാഴ്ച ഒരുപക്ഷെ 1 മണിക്കൂർ വരെ നീണ്ടേക്കാം. 3 പേരെയും 1 മണിക്കൂർ കൊണ്ട് കണ്ട് അടുത്ത നടപടിക്രമങ്ങളിലേക്ക് കടക്കാനുള്ള നീക്കമാണ് ഡൽഹിയിൽ പുരോഗമിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ഇന്ന് വൈകുന്നേരം തർക്കങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിഞ്ഞാൽ ഇന്ന് വൈകുന്നേരം തന്നെ മുഖ്യമന്ത്രി ആരെന്നറിയാം. അതല്ല, കൂടുതൽ തർക്കങ്ങളിലേക്ക് നീളുന്ന സാഹചര്യമാണെങ്കിൽ സോണിയാഗാന്ധി നടത്തുന്ന ഇടപെടലാകും നിർണായകമായി. തർക്കങ്ങളില്ലെങ്കിൽ ഇന്ന്, അല്ലെങ്കിൽ സോണിയാഗാന്ധിയുടെ തീരുമാനം അത് തന്നെയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആര് എന്ന് തീരുമാനിക്കുന്നത്. ഡാൻ കുര്യനാണ് വിശദാംശങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.